പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്നാൽപ്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം, റോമൻസ് ചാപ്റ്റർ 12 വേഴ്സ് 2. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗീതം എന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, പ്രസൻറ്റ് യുവർ ബോഡീസ് ആസ് എ ലിവിങ് സാക്രിഫൈസ്. അതായത് ശരീരങ്ങളെ നമ്മൾ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമായിട്ടുള്ള യാഗമായി സമർപ്പിക്കണം. പറ്റുമോ? നമ്മളിപ്പോൾ ഒരു ചേർച്ചിലൊക്കെ ഐ സറണ്ടർ ഓൾ, ഞാൻ കർത്താവെ മുഴുവനും സമർപ്പിക്കുന്നു എന്നുള്ള പാട്ടൊക്കെ ആ കോൺഗ്രിഗേഷനുള്ള എല്ലാവരും ഒരുപോലെ വളരെ എന്തൂസിയാസ്റ്റിക്കലി പാടും. ഞാൻ പറയട്ടെ, ശരിക്കും ഹോണസ്റ്റായിട്ട് എത്ര പേര് പാടും? ഞാൻ തന്നെ ഇങ്ങനെ ഓർക്കും, ചിലർക്ക് പാടാൻ പറ്റുന്നത്, ഞാൻ എന്നെ ഒഴിച്ചു നിർത്തിയല്ല പറയുന്നത്, എന്നെയും കൂടെ ഉൾപ്പെടുത്തി തന്നെ പറയുക. ഐ സറണ്ടർ മോസ്റ്റ്, അല്ലെങ്കിൽ ഈവൻ ഇങ്ങനെ വേണേൽ പറയാം, ഐ സറണ്ടർ സം. നിർഭാഗ്യമെന്ന് പറയട്ടെ, എല്ലാം സമർപ്പിപ്പാൻ ദൈവമക്കളെ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് ദുഃഖകരമാണ്. നമ്മുടെ കുറച്ച് കാര്യങ്ങൾ മാത്രം അവനിൽ സമർപ്പിതമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഹി കോൾസ് ഫോർ കംപ്ലീറ്റ് സറണ്ടർ. പ്രൈസ് ഗോഡ്. അപ്പം പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകളിൽ ഈ റോമലേഖനം 12-ന്റെ 1-2 വാക്യങ്ങളൊക്കെ നാം നോക്കുമ്പോൾ തൻ്റെ ഐഡിയ എന്തുവാ, താൻ എന്തുവാ അവിടെ വെളിപ്പെടുത്തുന്നത്? ഫുൾ സറണ്ടറാണ്. നമ്മുടെ ശരീരങ്ങളെ മുഴുവൻ എന്തായിട്ടാ? ലിവിങ് സാക്രിഫൈസ്. പ്രൈസ് ഗോഡ്. നാം ബുദ്ധിയുള്ള ആരാധനക്കാരായിരിക്കണം. ലിവിങ് സാക്രിഫൈസ് എന്ന് പറയുന്നത് വളരെ ശക്തിയേറിയ ഒരു അപ്പീലാണ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഒരു കർത്തദാസി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, കംപ്ലീറ്റ് പ്രസൻറ്റേഷൻ ഓഫ് അവർ സെൽസ് ടു ഗോഡ്. ഇറ്റ് മീൻസ് ദാറ്റ് വി ഡിവോട്ട് അവർ സെൽസ് ടു ഹിം വിത്ത് ഓൾ വില്ലിങ്നെസ്. പൂർണ്ണ മനസ്സോടെ നാം സമർപ്പിക്കുന്നവർ ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ആസ്പെക്ട്സും, നമുക്ക് ഉള്ള സകലതും. ട്രൂ സറണ്ടറിനകത്ത് അവിടുന്ന് വിടുന്നും നമ്മുടെ ചില കാര്യങ്ങൾ മാത്രം പിക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ അവന് സമർപ്പിക്കുവാൻ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചിലത് മാത്രം സമർപ്പിക്കുക എന്നുള്ളതല്ല. ട്രൂ സറണ്ടർ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി സമർപ്പിക്കുക. നമ്മെ മുഴുവനായ കർത്താവിന് വേണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പോർഷൻ അല്ല അവന് വേണ്ടത്. നമ്മുടെ സമയത്തിൻ്റെ ഒരു ചെറിയ ഫ്രാഗ്മെൻ്റ് അല്ലെന്നേ അവന് വേണ്ടത്. നമുക്കുള്ള സമ്പാദ്യത്തിൻ്റെ ഒരു ഫ്രാക്ഷൻ അല്ല അവന് വേണ്ടത്. ഞാൻ പറയട്ടെ ഒരു കാര്യം, സെലക്റ്റീവ് സറണ്ടർ ഒരിക്കലും റിയൽ സറണ്ടർ അല്ല. ജീവനുള്ള ഒരു യാഗമായി കുഞ്ഞെ നിനക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കണമെങ്കിൽ നിൻ്റെ സകലതും, നിൻ്റെ തല മുതൽ ഉള്ളംകാല് വരെയുള്ള സകലതും, നിൻ്റെ വോയിസും എല്ലാം ദൈവസന്നിധിയിൽ നാം സറണ്ടർ ചെയ്യണം. അതിന് കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ തരും. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഫിലിപ്പിയർ 4-9 വാക്യം പറയുന്നുണ്ട്, എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പി, എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയാം. ഐ സറണ്ടർ ഓൾ എന്ന് പാടാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ എങ്ങനെയാണ് ആക്ച്വലി അത് ചെയ്യുന്നത്? നമ്മൾ ടോട്ടൽ സറണ്ടർ എവറിഡേ ലൈഫിൽ നാം എങ്ങനെ ചെയ്യണമെന്നുള്ളത്
തിരുവചനം നമ്മളോട് അനുശാസിക്കുന്നത് പോലെ നാം ചെയ്യണം. ഒന്നാമതായിട്ട് നാം ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്യേണ്ടത് അവരുടെ മനസ്സ്. നമ്മുടെ ചിന്ത എതിലെയാണ് പോകുന്നത്? നമ്മുടെ മനസ്സിൽ കൂടെ. നാം ചിന്തിക്കുന്നത് വേറെ ഒരു വ്യക്തിക്കും അറിയാൻ പറ്റത്തില്ല, അല്ലേ? പക്ഷേ നമ്മുടെ കർത്താവിന് അത് മനസ്സിലാകും. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഇങ്ങനെ പറയുന്നത്: ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളു. ത്രൂ ഔട്ട് ദ ബൈബിള് ഇതാ പറയുന്നത്. നാം ചിന്തിക്കേണ്ടത് ഇതാ. പ്രൈസ് ഗോഡ്. അതായത് പ്യുവറായിട്ടുള്ളത്, ലവ്ലി ആയിട്ടുള്ളത്, കമൻറ്റബിളായിട്ടുള്ളത്, എക്സലൻ്റായിട്ടുള്ളത്, സത്യമായിട്ടുള്ളത്, അതായത് ട്രൂ ആയിട്ടുള്ളത്, ജസ്റ്റായിട്ടുള്ളത്, പ്യുവറായിട്ടുള്ളത്, ഹോണറബിളായിട്ടുള്ളത്, ഇതെല്ലാം നമുക്ക് സമർപ്പിക്കുവാൻ കഴിയണം. പറ്റുമോ ദൈവ പൈതലേ? പറ്റണം. കൊലോസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം ഇങ്ങനെ പറയുന്നത്: ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. അത് 3:2. പ്രൈസ് ഗോഡ്. കൊലോസ് ലേഖനം. ഉയരത്തിലുള്ളത് നാം ചിന്തിക്കണം. ഓൺ തിങ്സ് ദാറ്റ് ആർ എബവ്. ജോൺ ഗിൽ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്: നമ്മുടെ ചിന്തകളും നമ്മുടെ അഫെക്ഷൻസും എല്ലാം ഉയരത്തിലുള്ള വിഷയങ്ങളിൽ നാം സെറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു പ്രോപ്പർ മാനറിൽ ജീവിതം നയിക്കാൻ കഴിയത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉയരത്തിലുള്ളത് ചിന്തിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ, നാം ഈ ലോകത്തിലായിരിക്കുമ്പോൾ അനേക വിഷയങ്ങളിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ ഓർത്തുകൊള്ളണം, നമ്മുടെ ഓരോ ചിന്തകളെയും പിടിച്ചടക്കുവാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമുക്ക് ഉയരത്തിലുള്ളതിൽ നമ്മുടെ ശ്രദ്ധ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 2 കൊരിന്ത്യർ 10-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ച് അടക്കുന്നു. പ്രൈസ് ഗോഡ്. അവിടെ കൊണ്ട് ഞാനങ്ങ് നിർത്തുവാണ്. ആ വാക്യം താഴോട്ടുണ്ടത്. അതിന് നമ്മൾ 2 കാര്യം ചെയ്യണം. പോസിറ്റീവ്ലി നാം ചെയ്യേണ്ടത്, നമ്മുടെ മനസ്സ് അവൻ്റെ വചനം കൊണ്ട് നാം നിറയ്ക്കണം. തിരുവചനം നാം മെഡിറ്റേറ്റ് ചെയ്യുകയും അതിൻ്റെ സറണ്ടർ ചെയ്യണം നമ്മുടെ മനസ്സിനെ ദൈവത്തിന്. എന്നിട്ട് അത് മെമ്മറൈസ് ചെയ്യുകയും ചെയ്യണം. അതാണ് പോസിറ്റീവ്ലി നാം ചെയ്യേണ്ടത്. നെഗറ്റീവ്ലി നാം ചെയ്യേണ്ടത് എന്നാണെന്നറിയാമോ? നമ്മുടെ മനസ്സിന് നാം കാവൽ ചെയ്യണം. നമ്മുടെ ധാരാളം സമയം നമ്മൾ റീഡിങ്ങിന്, ലിസണിങ്ങിന്, വാച്ചിങ്ങിന്, നമ്മുടെ ആക്ഷൻസിൻ്റെ ചില ഇൻഫ്ലുവൻസിനെ കുറിച്ചൊക്കെ തിങ്ക് ചെയ്യുന്നതിന്, ചില ചോയ്സസിനൊക്കെ നാം സമയം വിട്ടുകൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ മനസ്സ് ക്രിസ്തുവിന് സറണ്ടർ ചെയ്ത് കൊടുത്തിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിന് സമർപ്പിച്ചു കൊടുക്കാൻ നിങ്ങളിൽ എത്ര പേർക്ക് മനസ്സുണ്ട്? നമ്മളൊക്കെ കൺഫ്യൂസ് ചെയ്തൊക്കെ പറയും, എനിക്കെല്ലാ കാര്യങ്ങളെക്കുറിച്ചൊന്നും വിചാരമൊന്നുമില്ല, വറീസൊന്നുമില്ല. ഓസ്കാർ വിൽഡ് എന്ന വ്യക്തി ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു പോയിട്ടുണ്ട്: ഐ ക്യാൻ റെസിസ്റ്റ് എനിത്തിങ് എക്സെപ്റ്റ് ടെംപ്റ്റേഷൻ. മനസ്സിലായല്ലോ? അതുകൊണ്ട് എല്ലാം സറണ്ടർ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ ഇനി എന്നാണ് കിടക്കുന്നതെന്നുള്ളതിനെക്കുറിച്ചുള്ള ഭയത്തെ ഓവർകം ചെയ്യാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഭയങ്ങളും നമ്മുടെ വറീസും നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ കഴിയണം. ഞാൻ പറയട്ടെ, പലപ്പോഴും വറി വരുന്നത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില ഭയങ്ങളിൽ നിന്നാണ്. നമ്മുടെ ഇമാജിനേഷൻസ്
വളരെ ലൂസായിട്ട് റൺ ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് വരുന്നത്. എന്ത് ചീത്ത സംഗതികൾ വേണേലും എപ്പോൾ വേണേലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാമെന്നുള്ള ചിന്ത വരുമ്പോൾ, കുഞ്ഞെ നിൻ്റെ സമയം നീ അതിനു വേണ്ടി ചിലവഴിക്കുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? വേഴ്സ്റ്റ് കേസ് സിനാരിയോസ് ആയിരിക്കും നീ താൻ സൃഷ്ടിച്ചെടുക്കുന്നത്. പ്രൈസ് ഗോഡ്. പക്ഷേ ഇങ്ങനെയുള്ള സിനാരിയോസിൽ ദൈവം സന്നിഹിതനാണോ? നാം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യണം, നമ്മൾ യേശു കർത്താവിനെ നമ്മുടെ പ്രോബ്ലം സോൾവിങ് കാര്യങ്ങളിൽ മാത്രമല്ല ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള എന്ത് വിഷയമുണ്ടെങ്കിലും അതിലെല്ലാം കർത്താവിനെ നാം ഭാഗഭാക്കാക്കണം. പറ്റുമോ? നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ മനസ്സിനെ കർത്താവെ ഈ ലോകത്തിലെ ചിന്തകൾ പിടിച്ചടക്കുവാൻ ഇടയാകരുതേ. ഞങ്ങളുടെ ശരീരത്തെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഉയരത്തുള്ള ചിന്തിപ്പാൻ, അത് സത്യമായതാണല്ലോ കർത്താവെ, അത് പുകഴ്ചയായിട്ടുള്ളതാണല്ലോ. അത് ചിന്തിച്ചുകൊണ്ട് ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം ജയത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടനാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.